പത്തനംതിട്ട തിരുവല്ല കവിതാ കൊലക്കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി. പത്തനംതിട്ട ജില്ലാ കോടതിയാണ് പ്രതി അജിൻ റെജി മാത്യു കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. 2019 മാർച്ചിലായിരുന്നു പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് കവിതയെ തീ കൊളുത്തി കൊന്നത്. എസ് നന്ദുഷ വിവരങ്ങൾ നൽകും. നന്ദുഷ, എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്? ശിക്ഷാവിധി എന്നാണ്? 2019 മാർച്ചിലായിരുന്നു കവിതയെ തിരുവല്ലയിൽ പട്ടാപ്പകൽ സഹപാഠിയായിരുന്ന അജിൻ റെജി മാത്യു കൊലപ്പെടുത്തുന്നത്. പ്രണയത്തിൽ നിന്ന് പിന്മാറിയാൻ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കൊലയ്ക്ക് പിന്നിലെന്ന് നമുക്ക് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. 3 ബോട്ടിൽ പെട്രോൾ ഉപയോഗിച്ച് കവിതയുടെ ശരീരത്തേക്ക് പെട്രോൾ ഒഴിച്ച ശേഷം കയ്യിൽ കരുതുന്ന കത്തി ഉപയോഗിച്ച് കുത്തി വീഴ്ത്തിയ ശേഷമായിരുന്നു തീ കൊളുത്തിയത്. പട്ടാപ്പകലായിരുന്നു സംഭവം നടത്തിയത്. നാട്ടുകാർ ഓടിക്കൂടുന്നതിന് മുൻപ് തന്നെ തീ പടരുകയും 70% പൊള്ളലേറ്റ് കവിതയെ എറണാകുളം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. 2 ദിവസം ചികിത്സയ്ക്ക് ശേഷമാണ് കവിത മരിക്കുന്നത്. അപ്പോൾ തന്നെ അക്രമാസക്തനായ പ്രതിയെ നാട്ടുകാർ പിടിച്ചുകെട്ടിയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നത്. ഏതായാലും ദൃക്സാക്ഷികളും മരണമൊഴിയും ഉൾപ്പെടെയുള്ള കേസായതിനാൽ അന്വേഷണം വളരെ മികച്ച രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയത്. ഏതായാലും പ്രതി കുറ്റക്കാരനാണെന്ന് പത്തനംതിട്ട ജില്ലാ കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ശിക്ഷാവിധി മറ്റന്നാളാണ്. പരമാവധി ശിക്ഷ ഉറപ്പാക്കണം എന്നാണ് കുടുംബത്തിന്റെ ആവശ്യം, കവിതയുടെ കുടുംബത്തിന്റെ ആവശ്യം. അമൃത. ശരി നന്ദുഷ.